വല്ല ഫോണും വാങ്ങാൻ നിൽക്കുകയാണോ എങ്കിലൊന്ന് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ വരുന്ന ജൂലൈയിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ഫോണുകൾ വരുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഇത് മാത്രമല്ല എല്ലാ മന്തിലും നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 20,000 രൂപ താഴെ വരാൻ പോകുന്ന രണ്ട് ഫോണുകൾ പരിചയപ്പെടുത്തി തരാം. മോട്ടോറോളയുടെ G86 പവറും മോട്ടോറോളയുടെ G96. ഡിസൈനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെങ്കിലും മോട്ടോറോളയുടെ G86 ബാറ്ററിയുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ട്. 6720 mAh ബാറ്ററിയാണ് വരുന്നത്. 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. ഇത് മാത്രമല്ല ഡയമണ്ട് സിറ്റിയുടെ 7300 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. ഗൊറില്ല ഗ്ലാസിന്റെ 7i ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള പ്രൊട്ടക്ഷൻ. കൂടാതെ IP69 വാട്ടർ റെസിസ്റ്റന്റും കാര്യങ്ങളൊക്കെ ഈ G86 വരുന്നുണ്ട് കേട്ടോ. മോട്ടോറോള G96 ആണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന കേർവ്ഡ് ആയിട്ടുള്ള ഒരു POLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 5500 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 7s Gen 2 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ IP68 വാട്ടർ റെസിസ്റ്റന്റ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസിന്റെ 5 ആണ് ഇതിൽ വരുന്നത് പ്രൊട്ടക്ഷൻ. ഈ രണ്ട് ഫോണുകളും 20,000 രൂപ താഴെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള OnePlus നിന്നുള്ള രണ്ട് ഫോണുകളാണ്. OnePlusന്റെ നോഡ് സീരീസ്, നോഡ് 5 ആൻഡ് നോഡ് CE5. OnePlusന്റെ നോഡ് 5 വരാൻ പോകുന്നത് 8s Gen 3 ആണ് ചിപ്സെറ്റ്. 7000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെയാണ് ഇതിൽ വരാൻ പോകുന്നത്. ഇത് ജൂലൈ 8 തീയതിയാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. 30,000 രൂപ താഴെ ആയിരിക്കും ഈ ഫോണിന്റെ പ്രൈസിംഗ് വരാൻ പോകുന്നത്. ഇനി നോഡിന്റെ CE5ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡയമണ്ട് സിറ്റിയുടെ 8350 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 7100 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജാണ് ഇതിലും എടുത്തിട്ടുള്ളത്. നോഡ് CE5ന്റെ പ്രൈസിംഗ് വരാൻ പോകുന്നത് ഏതാണ്ട് 25,000 രൂപ റേഞ്ചിലായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ OnePlusന്റെ നോഡ് സീരീസ് ആണ് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണുകളാണ്. നോർമലി നോഡ് സീരീസിൽ അത്രയും ഗെയിമിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണുകളല്ല. എന്നിരുന്നാൽ ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ള നോഡ് 5 8s Gen 3 ആണ് ചിപ്സെറ്റ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമിംഗും ഈ ഒരു ഫോണിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ നത്തിങ് ഫോണാണ്. അതായത് ഇപ്പൊ വരുന്നു പറഞ്ഞിട്ട് കുറെ കാലമായി. അവസാനം അത് ജൂലൈ 1 തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. നത്തിങ്ങിന്റെ CEO കാൽപേ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 80,000 ആണ് അങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുള്ള സ്പെക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണെന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്കുള്ള ഐറ്റം അല്ല. പിന്നെ നത്തിങ് ഫോണുകളിൽ ഉണ്ടായിരുന്ന ഗ്ലിഫ് ലൈറ്റ് ആ ഒരു സിസ്റ്റം ഇപ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. പകരം ഗ്ലിഫ് മെട്രിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 8s Gen 4 ആണ് ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 50 to 60K ആണ്. 50,000 രൂപയ്ക്ക് കൊടുത്തിട്ട് ഈ ഒരു സ്പെസിഫിക്കേഷനുള്ള ഫോൺ ഇന്ത്യയിൽ ആരെങ്കിലും വാങ്ങുമെന്നുള്ള കാര്യം സംശയമാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കണം. ഇനി നല്ലൊരു ക്യാമറ പെർഫോമൻസ് തരുന്ന ഓപ്പോയുടെ ഒരു മിഡ് റേഞ്ച് ലെവലിലുള്ള ഫോണുകളാണ് ഓപ്പോയുടെ റെനോ സീരീസ് എന്ന് പറഞ്ഞത്. അതിന്റെ റെനോ 40യും 14 പ്രോയും ഈ വരുന്ന ജൂലൈയിലാണ് വരാൻ പോകുന്നത്. ഓപ്പോ റെനോ 40യുടെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 6.59 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED 120Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 8350 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ചിപ്സെറ്റ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. കൂടാതെ 6000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് ഒക്കെ ഈ ഫോണിലുണ്ട്. ഇതിന്റെ ബാക്ക് ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ, പിന്നെ ഒരു 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ബാക്ക് സൈഡിലുള്ളത്. സെൽഫി ക്യാമറ ആണെങ്കിൽ ഇപ്രാവശ്യം 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ IP69 വാട്ടർ റെസിസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് 40 to 45,000 ആണ്. ഇനി നമ്മൾ റെനോ 40 പ്രോയുടെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED 120Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ചിപ്സെറ്റിന്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഡയമൻസിറ്റിയുടെ 8450 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാറ്ററി ആണെങ്കിൽ 6200 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗും ഈ ഒരു ഫോണിൽ അഡീഷണൽ ആയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ 50+50+50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ടെലിഫോട്ടോ ക്യാമറ 3.5x ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 50 മെഗാപിക്സലിന്റെ തന്നെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ് 50K ആണ്. ഓപ്പോയുടെ നല്ല ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു മിഡ് റേഞ്ച് ഫോൺ തന്നെയാണ് കേട്ടോ റെനോ സീരീസ്. ഇത് ഓഫ്ലൈനിലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇനി ഒട്ടുമിക്ക പേരും കാത്തിരിക്കുന്ന ഒരു കോമ്പാക്ട് ഫോൺ ആയിട്ടുള്ള വിവോയുടെ X200 FE ഈ വരുന്ന ജൂലൈയിലാണ് ഇറങ്ങാൻ പോകുന്നത്. ജൂലൈ 2 തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ആവുന്നത്. മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 9400E എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ ഒരു 3x ടെലിഫോട്ടോ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതിന്റെ റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 6200 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 50 to 55,000 ഉള്ളിലാണ്. OnePlusന്റെ 13s അതിനൊരു കോമ്പറ്റീഷൻ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ ഇറക്കാൻ പോകുന്നത്. കാരണം ഇത് രണ്ടും കോമ്പാക്ട് ആയിട്ടുള്ള രണ്ട് ഫോണുകളാണ്. ഒന്ന് ക്യാമറ ഫോക്കസ്ഡ് ആണ്, മറ്റൊന്ന് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണാണ്. ഇതിൽ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക? കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല വിവോയിൽ നിന്ന് ഒരു ഫോൾഡ് ഫോണും കൂടി ഇപ്രാവശ്യം വരുന്നുണ്ട്. വിവോയുടെ X Fold 5 സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ, 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആയിട്ടുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിന്റെ റിയർ സൈഡിൽ വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ഏതാണ്ട് ജൂൺ 17 ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഇതിന്റെ
പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്ട് 1 lakhന്റെ മുകളിലായിരിക്കും. സോ എത്ര പേര് ഇത് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് കണ്ടറിയേണ്ടി വരും. അടുത്തൊരു ഫോണാണ് ഗൂഗിൾ പിക്സൽ 10. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഗൂഗിൾ ഫോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാമറ തന്നെയാണ് കിട്ടില്ല ഫോട്ടോ ക്വാളിറ്റി തരുന്ന ഒരു ഫോണുകളാണ് ഗൂഗിളിന്റെ പിക്സൽ സീരീസ്. സോ ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.3 ഇഞ്ച് വരുന്ന ഒരു 120 Hz AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വരാൻ പോകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫോണുകളിൽ സാധാരണ ബേസ് വേരിയന്റിൽ ടെലിഫോട്ടോ ക്യാമറ കൊടുക്കാറില്ല. പക്ഷേ ഈ ഗൂഗിളിന്റെ പിക്സൽ 10ന്റെ ബേസ് വേരിയന്റിൽ തന്നെ ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഗൂഗിൾ ഫോണുകളിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ടെൻസറിന്റെ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം വരുന്ന ടെൻസർ G5 ആണ്. സാധാരണ ഈ ചിപ്സെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് സാംസങ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഈ ഒരു ഫോണിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഇപ്രാവശ്യം വരുന്ന G5 എന്ന ചിപ്സെറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള TSMC ആണ്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് അത്ര ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഒരു ഗെയിമിംഗ് ഫോണായിട്ട് പിക്സൽ ഫോൺ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നല്ലൊരു ക്യാമറ ഫോണായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതിന്റെ പ്രൈസിങ് ഏതാണ്ട് വരാൻ പോകുന്നത് 1 lakhന്റെ പുറത്തായിരിക്കും. നമുക്ക് കണ്ടറിയാം. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന 2 ഫോൾഡ് ഫോണുകളാണ്. വിവോയുടെ ഫോൾഡ് ഫോൺ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി നമ്മൾ സാംസങ്ങിന്റെ 2 ഫോണുകളാണ് വരാൻ പോകുന്നത്. സാംസങ് Z Fold 7ഉം സാംസങ് Z Flip 7. സാംസങ് Z Fold 7ന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 888 ആണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. ഇത് മാത്രമല്ല ഇതിൽ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 50 മെഗാപിക്സലിന്റെ ക്യാമറയ്ക്ക് വരെ ഇപ്രാവശ്യം വരുന്നത് 200 മെഗാപിക്സലിന്റെ ക്യാമറ ആയിരിക്കും ഫോൾഡ് സീരീസിലും വരാൻ പോകുന്നതെന്നാണ്. 10.6 ഇഞ്ച് വരുന്ന ഒരു AMOLED 120 Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 6.3 ഇഞ്ചിന്റെ കവർ ഡിസ്പ്ലേയും ഇതിലുണ്ടായിരിക്കും. പിന്നെ 4500 mAh ആയിരിക്കും ഇതിന്റെ ബാറ്ററി എന്നാണ് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത പറയാനുള്ളത് സാംസങ് S25 എഡ്ജ് പോലെ തന്നെ ഈ ഒരു ഫോണും ഭയങ്കര സ്ലിം ആയിട്ടായിരിക്കും വരാൻ പോകുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അതെന്തായാലും അടിപൊളിയായിരിക്കും അല്ലേ. ഇനി സാംസങ് Z Flip 7ന്റെ കാര്യത്തിൽ വരികയാണെങ്കിലും ഈ ഒരു സംഭവം ഉണ്ട്. അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ഫോണായിരിക്കും വരാൻ പോകുന്നതാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ കൊടുക്കാൻ പോകുന്ന ചിപ്സെറ്റ് Exynos 2500 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ആയിരിക്കും. 6.7 ഇഞ്ചിന്റെ ഒരു മെയിൻ ഡിസ്പ്ലേയും 4 ഇഞ്ച് വരുന്ന ഒരു കവർ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 4000 mAh ബാറ്ററി ആയിരിക്കും Z Flipൽ വരാൻ പോകുന്നത്. സോ മിഡ് ജൂലൈയിലായിരിക്കും ഈ 2 ഫോണുകളും വരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 1.5 lakh ഒക്കെയാണ് പറയാൻ പോകുന്നത്. അതിന്റെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഇത്തരം ഫോണുകളാണ് മെയിൻ ആയിട്ട് ജൂലൈയിൽ ഇറങ്ങാൻ പോകുന്നത്. ഇനി ഏതെങ്കിലും പുതിയ ഫോണുകൾ വരികയാണെങ്കിൽ നമ്മളെ സ്പോട്ടിൽ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതൊന്ന് മിസ് ചെയ്യാതിരിക്കാൻ നമ്മളെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ കിട്ടി വീണ്ടും കാണാം. ബൈ.